ഡോക്ടർ റാമിനെ നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഡിവൈഎസ്പിക്കും എസ്പിക്കും ഹൈക്കോടതിയുടെ ശകാരം. പ്രതി പുറത്തു പോകട്ടെ എന്ന് കരുതി മനഃപൂർവ്വം വീഴ്ച വരുത്തി എന്നതാണ് കോടതിയുടെ പരാമർശം. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ലെങ്കിൽ കോടതി ഇടപെടും. ക്രൈംബ്രാഞ്ച് എസ്പിയും ഡിവൈഎസ്പിയും ഹൈക്കോടതിയിൽ ഹാജരായപ്പോഴാണ് പരാമർശം. ബിനിലാണ് വിവരങ്ങളുമായി ചെന്നത്. ബിനിൽ, നടപടി ഉറപ്പാകുന്നു. ഹൈക്കോടതി കർശന സ്വരത്തിൽ, കർശന സ്വഭാവത്തിൽ പ്രതികളെ സഹായിക്കുന്ന തരത്തിൽ എസ്പിയും ഡിവൈഎസ്പിയും പ്രവർത്തിച്ചു എന്ന് തന്നെ പറയുമ്പോൾ അതിന്റെ ഇമ്പാക്ട് എന്താകും? ഇനി എന്തായിരിക്കും നടപടി? കോടതിയിൽ നിന്ന് സംഭവിച്ചത് എന്തെല്ലാമാണ്? രതീഷെ, കഴിഞ്ഞ ദിവസമുണ്ടായ വിമർശനത്തിന്റെ തുടർച്ചയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ഇന്ന് ക്രൈംബ്രാഞ്ച് എസ് പി വേണുഗോപാലിനെയും അതോടൊപ്പം തന്നെ ഈ കേസിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഡിവൈഎസ്പി സുധീർ കല്ലനെയും നേരിട്ട് കോടതി വിളിച്ചു വരുത്തി. ആദ്യം കോടതി മുന്നിലേക്ക് വിളിച്ചത് ഡിവൈഎസ്പി സുധീർ കല്ലനെയാണ്. അദ്ദേഹത്തോട് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ആദ്യം ചോദിച്ചത് നിങ്ങൾക്ക് എത്ര വർഷത്തെ സർവീസ് ഉണ്ട് എന്നാണ്. 22 വർഷത്തെ സർവീസ് ഉണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇതിനിടയിൽ എത്ര അറസ്റ്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ട്, കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നിങ്ങൾ എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം നൽകിയ മറുപടി 10 എന്നായിരുന്നു. ഈ 10 കേസുകളിൽ ഏതെങ്കിലും ഒരു കേസിൽ ഈ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ്, അതായത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള അറസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു പ്രതിയെ കോടതി പുറത്തു പോകാൻ അനുവദിച്ചിട്ടുണ്ടോ? ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്തുകൊണ്ട് ഈ കേസിൽ മാത്രം അങ്ങനെ സംഭവിച്ചു? അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുകയാണ്. ഉദ്യോഗസ്ഥരെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അച്ചടക്ക നടപടി ഉണ്ടാകാൻ പോകുന്നു. കോടതിയുടെ സ്വരത്തിന് മാറ്റമൊന്നുമില്ല. കോടതിയിൽ നേരിട്ട് ഉദ്യോഗസ്ഥർ ഹാജരായപ്പോഴും ഇപ്പോൾ